ആഘോഷിക്കാൻ മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ആഘോഷശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാനും ദുബായിക്ക് അറിയാം. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പുതുവർഷത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ കണക്ക് പുറത്തുവിട്ടത്. 28 ലക്ഷം പേരാണ് പുതുവർഷാഘോഷത്തിൽ മെട്രോയും ബസ്സും ടാക്സിയും വാട്ടർ മെട്രോയും അടക്കമുള്ളവ ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ പേർ സഞ്ചരിച്ചതാകട്ടെ മെട്രോയിലും. ടാക്സി, ട്രാം, ബസ് തുടങ്ങിയവയാണ് തുടർന്ന് വരുന്നത്. കഴിഞ്ഞ വർഷം പൊതുഗതാഗതം ഉപയോഗിച്ചവരെക്കാൾ 13% അധികം പേർ ഇക്കൊല്ലം പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്തു. 2025-ൽ 25 ലക്ഷം പേരാണ് പൊതുഗതാഗതം ഉപയോഗിച്ചത്. സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനുള്ള കഠിന പരിശ്രമവും തയ്യാറെടുപ്പുകളും ലക്ഷ്യത്തിലെത്തിയെന്നാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വിലയിരുത്തൽ. 5500 ജീവനക്കാർ ഇതിനായി സജ്ജമായിരുന്നു. 1300 ബസ്സുകളും 10858 ടാക്സികളും സർവീസ് നടത്തി. 18,000-ഓളം ലിമോസിനുകളും നിരത്തിൽ ഇറങ്ങി. ബുർജ് ഖലീഫ, ദുബായ് ഫ്രെയിം, ഗ്ലോബൽ വില്ലേജ് തുടങ്ങി പ്രധാന ആഘോഷ കേന്ദ്രങ്ങളെല്ലാം ആഘോഷം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ശുചീകരണം പൂർത്തിയാക്കി. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പല മേഖലകളാക്കി തിരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ദുബായ് ഷെയ്ഖ് സാദ് റോഡിലെ ഗതാഗതം മിനിറ്റുകൾക്കുള്ളിൽ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചതായും RTA അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.